ഹായ് ഫ്രണ്ട്സ്, സായിഫവ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതാണ് എൻ്റെ ഊർജ്ജം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഗോതമ്പ് മാവ് കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതെന്താണെന്ന് നോക്കാം. വേണ്ടത് എന്തൊക്കെയെന്ന് നോക്കാം. അതിന് പഴം ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തത്, ഒരു പാത്രത്തിൽ ഗോതമ്പ് മാവ്, തേങ്ങ ചിരവും ചെയ്യാം, ചെറിയ കഷ്ണങ്ങളായി നുറുക്കിടുകയും ചെയ്യാം കേട്ടോ. പിന്നെ ശർക്കര ഇനി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ പാർന്നിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാം. നല്ല പോലെ ഉരുകി വരട്ടെ, എന്നിട്ട് നമുക്ക് അരിച്ചൊഴിക്കാം. ശർക്കര നല്ല പോലെ ഉരുകി വന്നിട്ടുണ്ട്. ശർക്കര ഇനി നമുക്കത് നമ്മൾ ഗോതമ്പാവിലോട്ട് ഒഴിക്കാം. അപ്പോൾ അത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു പാന് അടുപ്പിൽ വെച്ച് നല്ല പോലെ ചൂടാവട്ടെ. ചട്ടി ചൂടായി എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ച പഴയും തേങ്ങയും ഇതിലേക്ക് ഇടുക. തേങ്ങയും പഴവും ഇതിലേക്ക് ഇടുക. പഴവും തേങ്ങയും ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നേന്ത്രപ്പഴം അല്ലാത്തതുകൊണ്ട് കേട്ടോ, ചെറുപഴമാണ്. നേന്ത്രപ്പഴത്തിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഈ ഗോതമ്പ് മാവ് നല്ല പോലെ ഇളക്കി കൊടുക്കണം. നമ്മളെ മാവ് ഈ രൂപത്തിലാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചട്ടി അടുപ്പിൽ വെക്കുക. ഒരു 1.5 കയ്യിലൊക്കെ ഒഴിക്കുക. പിന്നെ നമ്മൾ തേങ്ങയും പഴവും നല്ല വേവിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സ്പൂണൊക്കെ ഒന്നിങ്ങനെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുക. ഒരു അടപ്പെടുത്തിട്ട് അടച്ച് വെക്കാം. അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.